കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗപരദേശ് ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കരം പിടിച്ച് നമ്മെ നടത്തുന്ന കരുണാമയനായ കർത്താവിന് നന്ദി പറയാം. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് പ്രവൃത്തിയെ ജീവിപ്പിക്കുന്ന ദൈവം, ഓരോ ദിവസവും ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞു തരുന്നവൻ, കഴിഞ്ഞ സംവത്സരങ്ങളിലൊക്കെ ജയത്തോടും ബലത്തോടും ശക്തിയോടും കൂടെ അവിടെ നമ്മെ നടത്തിയില്ലേ. കുരൽ വന്നപ്പോഴും ഇറങ്ങി വന്ന് ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് നമ്മെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാമം പുകഴുന്ന എൻ്റെ യേശുവിൻ്റെ നാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ നാമത്തിൻ്റെ ശ്രേഷ്ഠത കുരുടരുടെ കണ്ണ് തുറക്കുന്ന നാമമാണ്. കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, മുടന്തർ മാനിനെ പോലെ കുതിക്കുന്നു, ചെകിടറ ചെവി തുറക്കുന്നു. അതിശയം പ്രവർത്തിക്കുന്ന അവിടുത്തെ നാമം ഇന്നു പകൽ നമ്മുടെ അകത്തൊന്ന് വ്യാപരിക്കട്ടെ. എഴുന്നേൽക്കാൻ കഴിയാത്ത വിഷയത്തെ എഴുന്നേൽപ്പിക്കുന്ന എൻ്റെ യേശുവിൻ്റെ നാമം, തകർച്ചകളെ മാറ്റുന്ന എൻ്റെ യേശുവിൻ്റെ നാമം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠ നാമം. പ്രൈസ് ദി ലോർഡ്. ലാസറേ പുറത്തു വരികയെന്ന് യേശു ഉറക്കെ വിളിച്ചു. സഹോദരങ്ങളെ, നമുക്കറിയാം, 4 ദിവസമായെന്നും നാറ്റം വെച്ചെന്നും പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്നും പ്രത്യാശ അവസാനിച്ചു എന്നും ചിന്തിച്ച ആ സബ്ജക്റ്റിനെ നോക്കി യേശു വിളിക്കുകയാണ്, ലാസറേ പുറത്തു വരിക. എല്ലാവരും അതിശയിച്ച് നിൽക്കുകയാണ്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പക്ഷേ ആ യേശുവിൻ്റെ ശക്തമായ ശബ്ദം, ആ നാമത്തിൻ്റെ ശക്തിയാൽ ലാസർ പുറത്തു വന്നു. ആ ദേശത്ത് ഒരടയാളമായി മാറിയതുപോലെ ഈ പകൽ പുറത്തു വരാൻ കഴിയാത്ത, സമയം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന, കല്ല് വെച്ചു എന്ന് പറയുന്ന, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരം ഇന്ന് പകൽ തൻ്റെ ജനത്തിനു വേണ്ടി നീട്ടാൻ പോകുകയാണ്. അവിടുത്തെ പ്രവൃത്തികളെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം. ആ ശ്രേഷ്ഠ നാമത്തിൻ്റെ ശക്തി ശക്തമായി തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക നിമിഷത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവിടുത്തെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. ഭക്തജനം വാഴ്ത്തിപ്പാടുന്ന നാമമാണ്. ഇന്ന് പകൽ ആ നാമത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്ന് ഇവിടുത്തെ വചനത്തിൽ വായിക്കുന്നത് പോലെ ശക്തമായി ആ നാമത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുത്തെ കരത്തിൽ നമുക്ക് അണയാം. ഇന്ന് പകൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ശ്രേഷ്ഠ ഭുജത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. നമ്മെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവിടെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, കരങ്ങളിൽ വഹിക്കുന്ന ദൈവമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് എൻ്റെ ദൈവം മാത്രമാണ് അരുളിച്ചത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ പലരും നമ്മളെ മറന്നില്ലേ? പലരും മാറിയില്ലേ? പലരും അകന്നു പോയില്ലേ? പക്ഷേ മാറാത്തവൻ, അകന്നു പോകാത്തവൻ, ചാരെ എത്തി ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന നാളിൽ അടുത്ത് വന്ന് ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ വ്യവഹാരവും നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പകൽ തൻ്റെ ജനത്തിൻ്റെ അകത്ത് വ്യാപരിക്കുകയാണ്. വിശ്വസിച്ചാൽ
ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ തൻ്റെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ തൻ്റെ ജനം തയ്യാറാകട്ടെ. വളരെ സുപരിതമായൊരു വാക്യം, ഗലാത്യ ലേഖനം 3:6 അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. ഈ പകൽ ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ യാതൊരു സാധ്യതയുമില്ലാതെ നീണ്ട 25 വർഷം വാഗ്ദത്തം കേട്ടു, 25 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ടു. 76, 77, 78, 80. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. തൻ്റെ ശരീരം നിർജ്ജീവമായിക്കൊണ്ടിരുന്നു. സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായിക്കൊണ്ടിരുന്നു. സാധ്യതകൾ അസ്തമിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു. അവിശ്വസിക്കത്തക്ക രീതിയിൽ ഒത്തിരി സാഹചര്യങ്ങൾ സംജാതമായി. ഇനിയും ഒരു ദൈവപ്രവൃത്തി കാണാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചു വരുന്ന സമയങ്ങളാണ് നമ്മുടെ മുമ്പിലും ഉള്ളത്, അല്ലേ? വർഷങ്ങൾ പലതും കഴിഞ്ഞു, വാഗ്ദത്തങ്ങൾ ഒത്തിരി കേട്ടു, ദൈവശബ്ദം ഒത്തിരി കേട്ടു, പക്ഷെ ഒന്നും നടന്നില്ല. വർഷങ്ങൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 10 കഴിഞ്ഞു. പക്ഷേ സെക്കരിയാവേ, സാഹചര്യങ്ങളെ നോക്കരുത്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് സെക്കരിയാവിനോട് പറഞ്ഞ ദൈവശബ്ദം ഇന്ന് പകൽ ചില കുടുംബങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു. മടുത്തുപോയതും സംശയിച്ചതും അവിശ്വസിച്ചതുമായ വിഷയങ്ങൾ ഇന്ന് പകൽ ഒന്ന് ഏറ്റുപറഞ്ഞു, ദൈവമേ അങ്ങയ്ക്ക് കഴിയും. നോക്കൂ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 100-ാമത്തെ വയസ്സായപ്പോൾ ലോകത്തിൻ്റെ സകല സംവിധാനങ്ങളെയും ലോകത്തിലെ സകല ശക്തികളെയും വെല്ലുവിളിച്ചുകൊണ്ടല്ലേ ആ വാഗ്ദത്തം പുറത്തു വന്നു. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു സന്താനം പുറത്തു വരാൻ സാധ്യതയില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വിശ്വാസത്തിൻ്റെ ശക്തി തൻ്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുക. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ അതിന് നീതിയായി കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. സാഹചര്യങ്ങളെ വകവെക്കാതെ, പരിമിതികളെ നോക്കാതെ, പരിധികളെ നോക്കാതെ, ഇന്ന് രാജ്യങ്ങളെ നോക്കാതെ, നിയമങ്ങളെ നോക്കാതെ, കഴിഞ്ഞ നാളിലെ ബാക്ക് ഹിസ്റ്ററി നോക്കാതെ, മറ്റു പലർക്കും നടന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പുറകോട്ട് പോകാതെ വിളിച്ചു പറ, എൻ്റെ ദൈവത്തിന് കഴിയും, ഞാൻ അത് വിശ്വസിക്കുന്നു. അബ്രഹാമിൽ ദൈവത്തിൻ്റെ ഒരു വിശ്വാസം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന, മരിച്ചതിൻ്റെ അവയവങ്ങളെ ജീവിപ്പിക്കുന്ന, മരിച്ച ഗർഭപാത്രത്തെ ജീവിപ്പിക്കുന്ന, മരിച്ച എൻ്റെ സബ്ജക്റ്റുകളെ ജീവിപ്പിക്കുന്ന, മരിച്ച എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ജീവിപ്പിക്കുന്ന, എൻ്റെ ആത്മീയത ഡെഡായെങ്കിൽ അതിനെ ജീവിപ്പിച്ച് പുറത്ത് കൊണ്ടുവരുന്ന ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വസിക്കണം. പൂർണ്ണ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട് പ്രിയരെ. ആ ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിച്ചാൽ ഡോക്ടേഴ്സിൻ്റെ കുറിപ്പടികൾ ക്യാൻസലായി പോകാൻ പോകുകയാണ്. നിയമങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മാറാൻ പോകുകയാണ്. നടക്കത്തില്ല എന്ന് നാളുകൾ വാദിച്ച് നിങ്ങൾ നിരാശയുടെ വാക്ക് കേട്ട് അതിൻ്റെ പിന്നിൽ മുന്നോട്ട് പോയ ചില വിഷയങ്ങളുടെ മേൽ ഈ പകൽ ദൈവശക്തി വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലിപ്പം, ഈ വലിപ്പം നിങ്ങളുടെ ശരീരത്തിൽ വന്നാൽ ഇല്ലാത്തതുളവാകും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നാൽ ചില ദൈവപ്രവർത്തികൾ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് വരും. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അബ്രഹാം ദൈവത്തിലാണ് വിശ്വസിച്ചത്. ഏത് ദൈവത്തിലാണ്? തന്നെ വിളിച്ച ദൈവം, ശബ്ദം കേൾപ്പിച്ച ദൈവം, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞ ദൈവം, അടുത്ത സ്റ്റെപ്പ് നീ എടുത്തോ, ഞാനാ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞ ദൈവം, വ്യക്തമായി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചത് മാത്രമല്ല, സൃഷ്ടിതാവായ ദൈവത്തിൽ, ഉളവാക്കുന്ന ദൈവത്തിൽ, ഡെഡായതിനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൽ, സകലത്തെയും കാൽ കീഴാക്കിയ ദൈവത്തിൽ, അനാദിയായും ശാശ്വതമായുള്ള ദൈവത്തിൽ, പുരാതനായ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അത് അവന് നീതിയായി വെളിപ്പെട്ടു വന്നു, അല്ലെങ്കിൽ നീതിയായി കണക്കിട്ടു. ഇന്ന് പകൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചിലരോട് വചനത്തിന് വിളിച്ചു പറയാനുള്ളത്, ആത്മശക്തിയോടെ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് ചിലത് നീതിയായി വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കണം. അബ്രഹാമിൻ്റെ വിശ്വാസം അഗാധമായ വിശ്വാസമായിരുന്നു.
ദൈവത്തിൽ താൻ പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല അബ്രാഹാമെ നീ സേവിക്കാൻ ഇറങ്ങിയത്. നിന്നെ വ്യക്തമായി ദൈവശബ്ദം കേൾപ്പിച്ച് ഞാൻ ഇറക്കിയെങ്കിൽ പകുതി വഴിക്ക് നിൻ്റെ വാഗ്ദത്തങ്ങളെ സഫലമാക്കാതെ പോകുന്ന ഒരു ദൈവത്തെയാണോ നീ സേവിക്കുന്നത്? വാക്ക് പറഞ്ഞത് ദൈവമല്ലേ അബ്രാഹാമേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്നോടും എൻ്റെ കുടുംബത്തോടും വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ടോ? അവിടുത്തെ വാക്കുകൾ ഉവ്വ ഉവ്വ എന്നാണ്. ഞാനത് സാഹചര്യം നോക്കാതെ, പരിമിതികൾ നോക്കാതെ, നിയമങ്ങൾ നോക്കാതെ, മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ ഞാനത് വിശ്വസിക്കുന്നു. എനിക്കും എൻ്റെ തലമുറകൾക്കും എൻ്റെ ആത്മീക ജീവിതത്തിലും ഡെഡായ എൻ്റെ വിഷയത്തിന്മേലും ഇന്ന് പകൽ ജീവൻ വെപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാക്കുമെങ്കിൽ വലിയ ദൈവപ്രവൃത്തി ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുകയാണ്, നിങ്ങളുടെ തലമുറകൾ വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വ്യാപരിക്കുന്നു, നിങ്ങളുടെ ഔദ്യോഗിക മേഖലത് വ്യാപരിക്കുന്നു. ഡെഡായിപ്പോയി നിങ്ങളുടെ ആത്മീക വിഷയത്തിന്മേൽ ഇന്ന് പകൽ അതിനെ ശക്തിയോടെ കൊണ്ടുവരാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ശക്തിയോടെ മൂവ് ചെയ്യാൻ, ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് എത്താൻ ഈ പകൽ ദൈവശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. വിശ്വസിക്കാൻ തയ്യാറാകൂ. വിശ്വസിക്കാൻ ചാവാറായ ചില ശേഷിപ്പുകൾ ഈ പകൽ ശക്തിയോടെ എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ കൂടാരത്തിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചെങ്കിൽ അതവന് നീതിയായി 100-ാമത്തെ വയസ്സിലും നീതിയായി കണക്കിടുന്ന, എൻഡ് വന്നപ്പോഴും പ്രവർത്തിക്കുന്ന, എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ ഇതാ പുതിയത് പുറത്തു കൊണ്ടുവന്ന് ലോകത്തിൻ്റെ മുമ്പിലോട്ട് അടയാളമാക്കി മാറ്റിയതുപോലെ ദൈവ സാന്നിധ്യം പിതാവ് ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്താൽ സംഭവിക്കട്ടെ. ഇന്ന് പകൽ ആ ശക്തി ഞങ്ങളുടെ അകത്തൊന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ജനം വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ചില നിയമങ്ങളെ തിരുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ പകൽ വ്യാപരിക്കട്ടെ. ചില കുടുംബങ്ങൾ സ്വതന്ത്രരാകട്ടെ. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ഇന്ന് പകൽ വിശ്വസിക്കുക. ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കുക. കാണാത്തവയെ പറ്റി വിശ്വസിക്കുക. അരുളപ്പാട് കേട്ടത് നടപ്പിലാക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവിടുത്തെ കരം ഇന്ന് പകൽ വെളിപ്പെടുന്നു. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.